ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സവോള വെച്ചിട്ടുള്ളൊരു ചമ്മന്തി അല്ലെങ്കിൽ അച്ചാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. അതിനായിട്ടൊരു സവോള എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് അതിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി തിരുമ്മി വയ്ക്കണം. അതൊരു വലിയ പാത്രത്തിലെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തിരുമ്മി വയ്ക്കാനും അല്ലാതെ ഇങ്ങനെ പുറത്തൊക്കെ പോകും. അപ്പോൾ അതൊരു വലിയ പാത്രത്തിലോട്ടിട്ടതിന് ശേഷം നന്നായി തിരുമ്മി ഉടച്ച് ഓരോ അല്ലികളും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, വെളിച്ചെണ്ണ, ഒരു തരി വിനാഗിരി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയി. മുളക് പൊടിയും വെളിച്ചെണ്ണയും നമുക്ക് പാകത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു തരി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. സവോള എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള അളവ്, നമുക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള അളവ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല ഒരു ചമ്മന്തി അല്ലെങ്കിൽ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറും ചോറിൻ്റെ കൂടെ നമ്മൾ കുഴച്ച് നല്ല ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റും. കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. കുറച്ച് നേരം വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സവോളയുടെ ഒരു നീറ്റിൽ മാറി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. താങ്ക് യു. അടുത്ത റെസിപ്പിയായിട്ട് പിന്നെ കാണാം.